ഈ നവരാത്രി ദിവസത്തിൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ നവരാത്രിയുടെ ഐതിഹ്യം, നവരാത്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമാണ്. എല്ലാം കൊണ്ടും, കലാ സംസ്കാരം എല്ലാം കൊണ്ടും നമുക്ക് ഏറ്റവും ഐശ്വര്യമുള്ള ദിവസങ്ങളാണ് നവരാത്രി. ഇത് 9 ഭാവത്തിലാണ് ദേവി വരണത്. അപ്പം ആദ്യത്തെ 3 ദിവസം ദേവി ദുർഗാഭാവത്തിലാണ് വരുന്നത്. ദുർഗതി ഹാരിണി ഇതി ദുർഗ എന്നാ പറയുക. അതായത് നമുക്ക് ദേവിയെ ഈ സമയത്ത് ഉപാസിച്ചാൽ, ദേവിയെ പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ദുർഗതികളെല്ലാം നീങ്ങി, തടസ്സങ്ങളെല്ലാം നീങ്ങി നമ്മളെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ശക്തിയാണ് ആദ്യം ദുർഗാദേവി തരുന്നത്. അപ്പോൾ ഈ ദുർഗാദേവിയെ ആദ്യത്തെ 3 ദിവസം പ്രാർത്ഥിച്ച ശേഷം പിന്നീട് 3 ദിവസം പ്രാധാന്യം ലക്ഷ്മി ദേവിക്കും, അതിനുശേഷം 3 ദിവസം പ്രാധാന്യം സരസ്വതി ദേവിക്കാണ്. അപ്പോൾ ഈ 9 ദിവസവും ഓരോ നൈവേദ്യമൊക്കെ വെച്ച് ദേവിക്ക് ഈ ധാന്യങ്ങളെ വെച്ച് നേദിച്ച് ആ നൈവേദ്യം ഭക്ഷണമായിട്ട് പ്രസാദമായിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണം, ഈ കലകളിലൂടെ, ഈ സംഗീതം, നൃത്തം എല്ലാത്തിലും കൂടി നമുക്ക് വിജയത്തിലേക്ക് മുമ്പിലേക്ക് വരാനായിട്ട് മനുഷ്യരാശിക്ക് ഒട്ടാകെ ഗുണം ചെയ്യുന്ന ഒരു പ്രധാന ഉത്സവമാണ് നവരാത്രി.